ഹലോ ഗായ്സ്, ഇന്ന് രാവിലെ അത്യാവശ്യം നല്ല തിരക്കുള്ള ദിവസമായിരുന്നു കേട്ടോ. അതാണ് ഞാൻ ഈ ഒരു ചവർ ലുക്കിൽ നിൽക്കുന്നത്. വേറൊന്നുമല്ല, ഇന്ന് നമുക്ക് ഇൻറ്റേൺഷിപ്പിന് പോകാനുണ്ട്. അപ്പോൾ ആ സമയത്തായിരുന്നു കേട്ടോ അച്ഛൻ, അല്ലെങ്കിൽ തന്നെ ഞാൻ വൈകിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് അച്ഛൻ ചോദിച്ചത് ഇന്ന് എന്താ വേണ്ടത്. അപ്പം ഞാൻ പറയും ചെയ്തിട്ടോ ബീഫ് മതിയെന്ന്. കാരണം അച്ഛമ്മ നമ്മുടെ വീടിൻ്റെ അടുത്ത് നിന്ന് തന്നെ കുറച്ച് കപ്പ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് കപ്പ ബിരിയാണി ഉണ്ടാക്കാമെന്ന് കരുതിയിട്ടാണ് ബീഫ് മതിയെന്ന് പറഞ്ഞിട്ടായിരുന്നത്. ഞാൻ പറഞ്ഞപ്പോൾ തന്നെ അമ്മയൊക്കെ ചൂടാവുണ്ടായിരുന്നു കേട്ടോ. കാരണം ഒരുക്കൊന്നും തിന്നാൻ പറ്റില്ലല്ലോ, ഒരാരും കഴിക്കാറില്ല. അതുകൊണ്ട് ഇടത്ത് ചൂടാവുണ്ടായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞു ബീഫ് മതി, കുറേ ഇന്ന് ഇവിടെ ചിക്കന് മീൻ അത് തന്നെയാണ് കൂടുതലും ഉണ്ടാവാറ്. എനിക്കിതിനൊന്നും താല്പര്യം കേട്ടോ. ബീഫാണെങ്കിൽ കുറച്ച് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇന്ന് ബീഫാട്ടോ കൊണ്ടുവന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞതായതുകൊണ്ട് എനിക്കിത് ഇട്ടിട്ട് പോകാൻ വേണ്ടിയിട്ടും പറ്റില്ലായിരുന്നു കേട്ടോ. അപ്പം നേരമില്ലാത്ത നേരത്ത് ഉണ്ടാക്കിയതാണ്. ഏത് നേരമില്ലാത്ത നേരത്തെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബീഫ് ഉണ്ടാക്കുമ്പം അതിനൊരു വശം ഉണ്ടല്ലോ, അതിനനുസരിച്ചല്ലേ ഉണ്ടാക്കാൻ പറ്റും. അപ്പം ഞാൻ അതിനനുസരിച്ച് തന്നെ ബീഫിനുള്ള കായങ്ങളൊക്കെ കൂട്ടി ബീഫിനെ നല്ല രീതിയിൽ കുറച്ച് വലിയ രീതിയിലൊന്നും റെസ്റ്റിന് ഇരുത്താനൊന്നും വേണ്ടിയിട്ടൊന്നും പറ്റിയില്ല കേട്ടോ. അപ്പം കുഴപ്പമില്ലാത്ത രീതിയിൽ കുറച്ച് നേരമൊക്കെ നിർത്തിയിട്ട് ബീഫിൻ്റെ പരിപാടികൾ നോക്കിയിട്ടാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ പോയി കഴിഞ്ഞാൽ ഇതാരും മൈൻഡ് ചെയ്യില്ല എന്നല്ല, എന്നാലും കൂടുതൽ ഇതുമ്പോൾ ശ്രദ്ധിക്കാൻ നിൽക്കില്ല. കാരണം കഴിക്കുന്ന ആൾക്കാർ തന്നെ ആകുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ അല്ലേ. അപ്പം ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഈ ബീഫിൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് വേണം, ഇതിൻ്റെ ഇടയ്ക്ക് പോയിട്ട് എനിക്ക് കുളിക്കാനുണ്ട്. കുളിച്ച് കഴിഞ്ഞിട്ട് വേണം ഇന്ന് നമുക്ക് എക്സൈസ് ഓഫീസിൽ പോകാനുണ്ട്. അവിടെ നിന്ന് ഫ്രണ്ട്സ് അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നും കോൾ വരുന്നുണ്ട് കേട്ടോ. വരുന്നില്ലേ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പം എന്തായാലും ഞാൻ ബീഫൊക്കെ ഒന്ന് അടുപ്പത്ത് വെച്ചു. അന്ന് അത്യാവശ്യം വിറകടുപ്പിലായതുകൊണ്ട് നമുക്കറിയാലോ അത്യാവശ്യം കുറച്ച് ടേസ്റ്റ് ഉണ്ടാകുന്നു. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് തെങ്ങുമ്മലും ഉണ്ടാവും കൊട്ടത്തേങ്ങ എന്ന് പറഞ്ഞ് കേട്ടില്ലേ, അതേപോലെ ഞങ്ങളുടെ വീട്ടിലുള്ളൊരു കൊട്ടത്തേങ്ങയാണ് ഇത്. തിന്നാൻ മാത്രമേ പറ്റുള്ളൂ കേട്ടോ, വേറൊരു കാര്യത്തിനും ഓടാൻ പറ്റില്ല. ഭയങ്കര ഉടായ്പാണ്. ഉടായ്പ് എന്ന് പറഞ്ഞിട്ട് ഇടയ്ക്ക് കയറി വന്നിട്ട് പറയട്ടെ എന്നെ കാണിക്കുന്നത്. എന്തായാലും ഞാൻ ബീഫിൻ്റെ കാര്യങ്ങൾ മാത്രം നോക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതൊന്ന് അടുപ്പത്ത് വെച്ചിട്ട് പെട്ടെന്ന് പോയിട്ടൊരു കുടി വാസാക്കിട്ടോ നമുക്ക് പോകാനുണ്ട്. അപ്പം ഞാൻ ഏൽപ്പിച്ച് പോയി കേട്ടോ. തനുണ്ട്, മുത്തുണ്ട്, ഓലെ ഏൽപ്പിച്ച് ബാക്കി വീഡിയോസൊക്കെ എടുക്കണമെന്ന്. ബാക്കി വീഡിയോ ഒക്കെ അവരെടുത്തതായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മയാണ് കപ്പ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഞാൻ വന്നപ്പോഴത്തേക്കും ബീഫും ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അവിടെ നിന്ന് ഇറങ്ങാൻ നേരത്തെ ഞാൻ ഫോണൊന്നും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അവിടെ നിന്ന് ഇറങ്ങാൻ നേരത്തെ തന്നെ ഞാൻ ഇത് മനസ്സിൽ വിചാരിച്ചിട്ടാണ് വന്നത്. എനിക്കിത് ഇവിടെ വന്ന് പണ്ട് സ്കൂളൊക്കെ ഇല്ലാത്ത സമയത്ത് വെള്ളിയാഴ്ചകളിൽ ഞങ്ങളുടെ വീട്ടിൽ ഇത് ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ആ ഒരു ടേസ്റ്റാണ് എനിക്കിത് തോന്നിയിട്ടുണ്ടായിരുന്നത്. എനിവേ ഇന്നത്തെ ദിവസം എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.